ഇതാണ് നമുക്ക് പഠിക്കാനുള്ള നെക്സ്റ്റ് തിയറം. ലെറ്റ് E1 E2 be closed subspace of a Banach space X and E1 intersection E2 is equal to singleton set is 0 and E1 plus E2 is equal to X. Then the projection P from X to E1 parallel to E2. That means kernel of P is equal to E2. E is a bounded operator. ഇത്രയാണ് ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. ഇതിനെ തന്നെ നമുക്ക് വേറൊരു രീതിയിൽ പറയാം. There exists a C greater than 0 such that C norm x1 plus x2 greater than or equal to maximum of x1 plus x2 for each xi belongs to ei. ഇവിടെ എക്സ് എന്നുള്ള സീക്വൻസിന് ഇവിടെ ഇങ്ങനെ ഡിനോട്ട് ചെയ്യുന്നു കേട്ടോ. ടെക്സ്റ്റിലും അങ്ങനെ തന്നെയാണ്. ലെറ്റ് എക്സ് എൻ ബി എ സീക്വൻസ് ഇൻ ക്യാപിറ്റൽ എക്സ്. എക്സ് ഇസ് ഈക്വൽ ടു x1n പ്ലസ് x2n. ഇതൊക്കെ ഡിഫറെൻ്റ് ആണ്. ഈ സ്മോൾ എക്സ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എക്സ് എലമെൻ്റ് ആണ്. x1n എന്ന് പറയുന്ന സീക്വൻസ് E1 എലമെൻറ്റും x2 സീക്വൻസും x2n ഈസ് ബിലോങ്സ് ടു E2. അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. സച്ച് ദാറ്റ് xn കൺവേർജസ് ടു x ആൻഡ് p ഓഫ് xn ദാറ്റ് ഈസ് ഈക്വൽ ടു x1n. ഓൾസോ x1n കൺവേർജസ് ടു x1. ഓക്കെ, ഈ രണ്ടെണ്ണം നമ്മൾ എടുക്കുന്ന സീക്വൻസിൻ്റെ പ്രത്യേകതകളിൽ ഒന്നാണ് കേട്ടോ ഈ 1 and 2 എന്നുള്ളത്. നെക്സ്റ്റ് നമ്മൾ തെളിയിക്കാൻ പോകുന്നത് x2 എന്ന് പറയുന്ന E2ലുള്ള സീക്വൻസ് കൺവെർജൻ്റ് ആണ് എന്നാണ് നമ്മൾ തെളിയിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്യും? കോഷി സീക്വൻസ് ആണ് തെളിയിക്കും. പിന്നെ കംപ്ലീറ്റ് സ്പേസിൽ കോഷി സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി ദാറ്റ് ഈസ് കൺവെർജൻറ്റ്. അതുകൊണ്ട് കോഷി സീക്വൻസ് ആണെന്നാണ് ആദ്യം തെളിയിക്കാൻ പോണത്. അപ്പോൾ കോഷി സീക്വൻസിൻ്റെ ഡെഫിനിഷനിലേക്ക് നമുക്കറിയാലോ, എക്സ് എൻ മൈനസ് എക്സ് എം കൺവേർജസ് ടു 0 തെളിയിക്കുന്നത് അത് തന്നെ എവിടെയും ചെയ്യുന്നത്. അപ്പോൾ നോം ഓഫ് x2n മൈനസ് x2m, അതിൻ്റെ കൂടെ നമ്മൾ രണ്ട് ടേം ആഡ് ചെയ്യും, സബ്സ്ട്രാക്ട് ചെയ്യും. അതായത് ഇതാ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, x1m പിന്നെ x1n ആഡ് ചെയ്യുകയും ചെയ്യും, സബ്സ്ട്രാക്ട് ചെയ്യുകയും ചെയ്യും. അപ്പം പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുന്നില്ല. അതാണിത്. ഇനി ഇതിനെ തന്നെ ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് ഇത് രണ്ടും ഒരുമിച്ചെടുത്തെഴുതി, ഇത് രണ്ടിൻ്റെയും കൂടെ മൈനസ് പുറത്തേക്കിട്ട് ഒരുമിച്ചെഴുതി, ബാക്കി ഇത് രണ്ടെണ്ണം അതേപോലെ എഴുതി. ഇനി അടുത്ത സ്റ്റെപ്പിൽ നോക്കൂ, x2 പ്ലസ് x1 എന്ന് പറഞ്ഞാൽ x അല്ലേ. ഇതാ ഇവിടുന്ന് x1 പ്ലസ് x2 എന്ന് പറഞ്ഞാൽ x ആണ്. അപ്പോൾ ഇതും x ആയിട്ട് മാറും, ഇതും x ആയിട്ട് മാറും, ഇത് രണ്ടും അങ്ങനെ നിൽക്കും. ഇതാ അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇങ്ങനെയാവും. ഈ രീതിയിലോട്ട് അത് മാറും. ഇനി ഒരുമിച്ച് നോമാണ്, അത് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നാവും. ഇതാ എക്സ് പ്ലസ് x1 അല്ലേ. ഇനി നമ്മുടെ ഫ്രം 1 and 2, നേരത്തെ നമ്മൾ 1 and 2 നിന്ന് ഇത് നമുക്ക് ക്ലിയർ ആണ്. ദിസ് ഈസ് കൺവെർജസ് ടു 0 ആൻഡ് ഓൾസോ ദിസ് ഈസ് കൺവെർജസ് ടു 0 ബിക്കോസ് x and x1 ആർ കോഷി സീക്വൻസ് അല്ലേ. അപ്പോൾ ഇത് രണ്ടും കൺവെർജസ് ടു 0 ആയതുകൊണ്ട് നമ്മൾ തുടങ്ങിയത് എവിടുന്നായിരുന്നു? x2ൻ്റെ കേസ്. അതാ x2 നോം ഓഫ് x2n മൈനസ് x2m കൺവെർജസ് ടു 0 എന്ന് കിട്ടി. അതുകൊണ്ട് x2n എന്ന് പറയുന്ന സീക്വൻസ് കൺവെർജൻ്റ് ആണെന്ന് കിട്ടി. ഇനി x2n കൺവെർജൻ്റ് ആണെന്ന് കിട്ടി. കൂടാതെ x കംപ്ലീറ്റ് സ്പേസ് ആണ്, x2n കൺവെർജൻറ്റുമാണ്. അതുകൊണ്ട് എന്താന്ന് കിട്ടി? x2n കോഷിയും ആണ്, കംപ്ലീറ്റും ആണ്, അതുകൊണ്ട് കൺവെർജൻ്റ് എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രൂഫ് ഇവിടെ കംപ്ലീറ്റ് ആയി, ക്ലെയിം ഇവിടെ കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് കൺവെർജൻ്റ് ആണെന്ന് കിട്ടിയതുകൊണ്ട് തന്നെ ഒരു കൺവെർജിങ് പോയിന്റ് ഉണ്ടാവുമല്ലോ, ലിമിറ്റ് പോയിന്റ് ഉണ്ടാവുമല്ലോ. അതായിട്ട് നമ്മൾ ഈ x2നെ കൺസിഡർ ചെയ്തു. അപ്പോൾ സപ്പോസ് x2n കൺവെർജസ് ടു x2 എന്ന് നമ്മൾ വിളിച്ചു. ഇനി നെക്സ്റ്റ് വേറൊരു ക്ലെയിമും കൂടെ കൊടുക്കുകയാണ്. x is equal to x1 പ്ലസ് x2 എന്നൊരു ക്ലെയിമും കൂടെ കൊടുക്കുകയാണ്. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ പ്രൂഫ് നോക്കൂ. xn മൈനസ് x1 പ്ലസ് x2 ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇതിനൊന്ന് മറ്റേ എഴുതിയിട്ടുണ്ട്. ഈ x ആയതുകൊണ്ട് നമുക്കതിനെ x1 പ്ലസ് x2 സെപ്പറേറ്റ് ചെയ്യാമല്ലോ. പിന്നെ മൈനസ് രണ്ടിനും കൊടുത്തു, മൈനസ് x1 മൈനസ് x2 കണ്ടോ. ഇനി ഇതിനെ നോം ഒരുമിച്ചുള്ള നോമിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തു. x1n മൈനസ് x1 എന്നും പ്ലസ് x2n മൈനസ് x2 എന്നും ആക്കി. നമുക്കറിയാം x1n കൺവെർജസ് ടു x2 ആൻഡ് x2n കൺവെർജസ് ടു x1n കൺവെർജസ് ടു x1 ആൻഡ് x2n കൺവെർജസ് ടു x2 ആണെന്നറിയാം.
അങ്ങനെയാണെങ്കിൽ ഇവ തമ്മിലുള്ള ഡിഫറൻസ് 0 ആയിരിക്കും, ഇവ തമ്മിലുള്ള ഡിഫറൻസും 0 ആയിരിക്കും. ഓൾസോ ദീസ് സം ഈസ് കൺവേർജസ് ടു 0 ആസ് n, m ടെൻസ് ടു ഇൻഫിനിറ്റി. ഓക്കെ, ദാറ്റ് മീൻസ് ഈ ഡിഫറൻസ് കൺവേർജസ് ടു 0 എന്ന് കിട്ടി. ഈ ഡിഫറൻസ് കൺവേർജസ് ടു 0 ആണെങ്കിൽ ദിസ് കൺവേർജസ് ടു ദിസ് എന്നല്ലേ, അതായത് xn കൺവേർജസ് ടു x1 പ്ലസ് x2 എന്ന് കിട്ടി. നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട് xn കൺവേർജസ് ടു x എന്നത്. അതാണ് ഇപ്പം എന്ത് കിട്ടിയത്, x1 പ്ലസ് x2 എന്ന് കിട്ടിയത്. ദാറ്റ് മീൻസ് x1 പ്ലസ് x2 ഈസ് ഈക്വൽ ടു x എന്ന് കിട്ടി. ഇവിടെ നമ്മുടെ നെക്സ്റ്റ് ക്ലെയിമും പ്രൂവ് ആയി. ഇനി നോക്കൂ, നമ്മൾ ലെറ്റ് E1 ആൻഡ് E2 ആർ ക്ലോസ്ഡ്. വി ഗെറ്റ് ദാറ്റ് x1 belongs to E1 and x2 belongs to E2 എന്നൊക്കെ കിട്ടി. Therefore, P of x is equal to x1 എന്ന് കിട്ടി. അതായത് x1 എവിടെയാണ്, ക്യാപിറ്റൽ എക്സിലെ എലമെൻ്റ് ആണ്. നോക്കൂ, നമുക്കിവിടെ നമ്മൾ അസ്യൂം ചെയ്തത് there exists a sequence xn converges to x എന്നാണ്, ആൻഡ് p of xn converges to some y എന്ന് വിചാരിച്ചോ, converges to some y. പക്ഷെ നമുക്ക് ആ y ഇപ്പോൾ കിട്ടിയേക്കുന്നത് p of xn converges to x1 എന്നാണ് അല്ലേ. നമുക്ക് p ക്ലോസ്ഡ് ആണ് എന്ന് പ്രൂവ് ചെയ്യണം അല്ലേ. അതിന് വേണ്ടിയിട്ട് x belongs to domain of p എന്നും px is equal to x1 എന്നും കിട്ടിയാൽ പോരെ. അതല്ലേ ഇപ്പം നമുക്ക് കിട്ടിയത്. നൗ വി ഗെറ്റ് x is equal to x1 പ്ലസ് x2 എന്ന് കിട്ടി. ഈ x എവിടെയാ, ക്യാപിറ്റൽ എക്സ്. ക്യാപിറ്റൽ എക്സ് ആരാ, ഡൊമെയിൻ ഓഫ് പി അല്ലേ. അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും ക്ലിയർ ആയിട്ട്, ഇതാ പി എക്സ് ഇസ് ഈക്വൽ ടു x1 ബിലോങ്സ് ടു ക്യാപിറ്റൽ എക്സ് എന്ന് നമുക്ക് കിട്ടി അല്ലേ. അതായത് എന്താ ഇപ്പം കിട്ടിയത്, ഡൊമെയിൻ ഓഫ് പി ഇസ് ഈക്വൽ ടു എക്സ്. വി ഗെറ്റ് പി ഈസ് ദ ക്ലോസ്ഡ് ഓപ്പറേറ്റർ എന്ന് കിട്ടി അല്ലേ. ആൻഡ് ഡൊമെയിൻ ഓഫ് പി ഇസ് ഈക്വൽ ടു എക്സ് നമ്മൾ പറഞ്ഞ പോലെ അതും കിട്ടി. ബൈ ക്ലോസ്ഡ് ഗ്രാഫ് തിയറം പി ഈസ് ബൗണ്ടഡ് ഓപ്പറേറ്റർ. ഇവിടെ നമ്മൾ ക്ലോസ്ഡ് ഗ്രാഫ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് എന്ത് കിട്ടി, പി ഈസ് എ ബൗണ്ടഡ് ഓപ്പറേറ്റർ എന്ന് കിട്ടി. ഇനി പി ബൗണ്ടഡ് ആണെങ്കിൽ നമുക്ക് ബൗണ്ടഡ് ഡെഫിനിഷൻ ഉപയോഗിച്ച് ദർ എക്സിസ്റ്റ് എം ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് ഇങ്ങനെ എഴുതിക്കൂടെ, പി നോം പി എക്സ് ഇസ് ഈക്വൽ ടു x1 ആണെന്നറിയാം. These x1 is less than or equal to m norm x. That is equal to m into x എന്താ, x1 plus x2 അല്ലേ. അപ്പം നമുക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്താൽ പറ്റി. ഇവിടെ ഇത് ഫോക്കസ് ചെയ്താൽ മതി. നോം പി ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഇൻറ്റു നോം എക്സ് എന്ന് ഇവിടെ എത്തിയേ. നെക്സ്റ്റ് ഇതേ കാര്യം സെയിം ആർഗ്യുമെൻറ്റ് നമ്മൾ പ്രൊജക്ഷൻ ആയിട്ടുള്ള ക്യൂന്ന് മറന്നു പോയിട്ടില്ല വിചാരിക്കുന്നു, i-p q എന്നുള്ളത്. ആ ക്യൂവിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ദിസ് ഈസ് പാരലൽ ടു E1. ഇവിടെ നമുക്ക് ക്യൂ ഈസ് എ ബൗണ്ടഡ് ഓപ്പറേറ്റർ എന്ന് കിട്ടും. ഐയും പിയും ബൗണ്ടഡ് ആണെങ്കിൽ ഒബ്വിയസ്ലി ക്യൂ ബൗണ്ടഡ് ആയിരിക്കുമല്ലോ. അപ്പോൾ ക്യൂ ഒരു ബൗണ്ടഡ് ഓപ്പറേറ്റർ ആണെങ്കിൽ നേരത്തെ പറഞ്ഞ സെയിം ഡെഫിനിഷൻ നമുക്ക് ക്യൂവിലും യൂസ് ചെയ്യാൻ പറ്റും. There exists m1 greater than 0 such that norm q of x is equal to x2 less than or equal to, നേരത്തെ m എടുത്തത് കൊണ്ട് ഇവിടെ m1 എന്നാണ് കേട്ടോ എടുത്തത്, m1 norm x that is equal to x നെ നമുക്ക് x1 plus x2 എന്നാക്കാൻ പറ്റും. ഇനി നമ്മളിവിടെ ഒരു c ചൂസ് ചെയ്യുന്നുണ്ട്. അത് ശരിക്കും മാക്സിമം ഓഫ് m, m1 ആണ് കേട്ടോ. ഇത് m1, അതിൻ്റെ മാക്സിമം ഏതാണോ അതിനെ c എന്ന് കൺസിഡർ ചെയ്തു. അപ്പോൾ നമുക്കിത് രണ്ടും കൂടെ എങ്ങനെ കിട്ടി, norm of x1 less than or equal to c into norm x1 plus x2 and norm of x2 less than or equal to c into norm x1 plus x2 എന്ന് കിട്ടി. അതായത് x1ഉം x2ഉം രണ്ടെണ്ണവും ലെസ് ദാൻ ഓർ ഈക്വൽ ടു c ഇൻറ്റു ഈ എലമെൻ്റ് എന്ന് കിട്ടി അല്ലേ. അപ്പം നമുക്ക് നെക്സ്റ്റ് എങ്ങനെ പറയാം, മാക്സിമം ഓഫ് നോം ഓഫ് x1, x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു c ഇൻറ്റു നോം ഓഫ് x1 പ്ലസ് x2. ഇവിടെ നമ്മളത് രണ്ടാമത്തെ ഈ രീതിയിൽ പറഞ്ഞാലും നമ്മളിവിടെ ഇത് പ്രൂവ് ചെയ്തു. നെക്സ്റ്റ് അല്ല നേരത്തെ നമുക്ക് തെളിയിക്കേണ്ടിയിരുന്നത് പി ബൗണ്ടഡ് എന്നാണ്. ഇവിടെ നമ്മൾ പി ബൗണ്ടഡ് തെളിയിച്ചിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് അതിൻ്റെ ലാസ്റ്റ് ആർഗ്യുമെൻ്റ് ഇതായിരുന്നു, അവിടെയും നമ്മൾ എത്തിച്ചിട്ടുണ്ട്. ക്യൂ ഈക്വൽ ടു i-p സെയിം ആർഗ്യുമെൻ്റ് അപ്ലൈ ചെയ്തിട്ട് അതും നമ്മൾ തെളിയിച്ചു.